മുന്നേ എന്റെ ഇൻസ്റ്റാഗ്രാം യൂസർ നെയിം ഫെമിനിച്ചി യെല്ലിംഗ് ഔട്ട് എന്നായിരുന്നേ. ആൻഡ് ദാറ്റ് നെയിം ഇറ്റ് സെൽഫ് ട്രിഗേർഡ് എ ലോട്ട് ഓഫ് മെൻ സേയിങ് നിങ്ങൾ ഫെമിനിസ്റ്റുകൾ മെൻ ഹേറ്റേഴ്സ് അല്ലേ. അപ്പൊ ചിലവർക്ക് ഫെമിനിസം എന്താന്ന് മാത്രമല്ല ബേസിക് ഇംഗ്ലീഷും അറിയില്ല. അപ്പൊ അങ്ങനെ അറിയാത്തവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എ മാൻ ഹേറ്റർ ഇസ് കോൾഡ് ആസ് മിസാൻഡ്രിസ്റ്റ്. അപ്പൊ പിന്നെ ശരിക്കും ആരാ ഈ മെൻ ഹേറ്റേഴ്സ്? ഇഷ്ടിക മുതൽ ഇൻസ്റ്റാഗ്രാം വരെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആണുങ്ങളാടാ എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തം കൂട്ടക്കാരാണ് നിങ്ങളെ ഹേറ്റേഴ്സ്. ഈ ലോകം മൊത്തം ഒറ്റക്ക് കെട്ടിപ്പടുക്കാൻ ആരും ആണുങ്ങളോട് പറഞ്ഞിട്ടില്ല. പോരാത്തതിന് സമയം കിട്ടുമ്പോൾ ഹെഡിലമാറിനെയും മാർഗരറ്റ് നൈറ്റിനൊക്കെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. പെമ്പിളറെല്ലാം പഠിപ്പിച്ചിട്ട് എന്നപ്പ കാര്യം, നമുക്ക് വല്ല ഗുണമുണ്ടാ എന്ന് പറയുന്ന പാരന്റ്സ് ആണ് നമ്മളെ പ്രശ്നമെങ്കിൽ എന്റെ മോൻ എന്റെ ലോണെല്ലാം അടിച്ചോളെന്ന് പറഞ്ഞിട്ട് 18 വയസ്സാവുന്നതിന് മുന്നേ പ്രാരാബ്ദം എടുത്ത് തലയിൽ വെച്ചിരുന്ന പാരന്റ്സ് ആണ് നിങ്ങളെ പ്രശ്നം. ഓളെ കല്യാണം കഴിഞ്ഞല്ലേ, ഓളെ ഇനിയിപ്പോ കുട്ടീനെല്ലാം നോക്കിയിട്ട് ഭയങ്കര ബിസി ആയിരിക്കും, അതുകൊണ്ട് പ്രൊമോഷന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന മാനേജേഴ്സ് ആണ് നമ്മളെ പ്രശ്നമെങ്കിൽ ആണുങ്ങൾക്ക് എന്നാന്ന് വീട്ടിൽ പോയിട്ട് പണി, അതെല്ലാം രാത്രി അവര് കുത്തിയിരുന്ന് ചെയ്തോളെന്ന് പറഞ്ഞു ഓവർ ടൈം വർക്ക് നിങ്ങൾ തലയിൽ തള്ളിത്തരുന്ന മാനേജേഴ്സ് ആണ് നിങ്ങളെ പ്രശ്നം. സ്ത്രീധനം എന്നുള്ള പേരിൽ നമ്മളെ വെൽപ്പനച്ചരക്കാക്കിയ സൊസൈറ്റിയാണ് നമ്മളെ പ്രശ്നമെങ്കിൽ ഓന് സ്ത്രീധനൊന്നും വേണ്ടല്ലേ, അപ്പൊ ഓന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്ന സൊസൈറ്റിയാണ് നിങ്ങളെ പ്രശ്നം. കരയുന്നതും കള്ളു കുടിക്കുന്നതും ഒരു വീക്ക്നെസ് ആണെന്ന് പറയുന്ന ആൾക്കാരാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുകയും അധ്വാനിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പെമ്പിളറെല്ലാം മോശക്കാരാന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളെ പ്രശ്നം. അപ്പൊ ചുരുക്കത്തെ പറഞ്ഞാൽ നമ്മൾ രണ്ടാളും ഒരു തോണിയിലെ യാത്രക്കാരാണ്. ഒന്നിക്കലും നമുക്ക് ഒന്നിച്ച് ഈ തോണി തുഴഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇലക്കിടന്ന് അടിയുണ്ടാക്കാം. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ ബൈ.